സമൃദ്ധമായ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു ധനുഷ്കോടി. റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിലെ വിഷ്വൽസ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രാമേശ്വരം വന്നിരിക്കുകയാണ്. ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ അകത്ത് കൂടെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ ഇവിടെ വച്ച് രാമരാവണ യുദ്ധത്തിൽ താൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശിവനോട് പ്രാർത്ഥിച്ചുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ രാമേശ്വരം എന്ന പേരും വന്നു. ഈ ക്ഷേത്രം ഇന്ത്യയിലെ 4 മഹത്തായ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അതിൻ്റെ ഭംഗിയാർന്ന ഇടനാഴികൾ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള ഇടനാഴി ഈ ക്ഷേത്രത്തിലാണ്. ഏകദേശം 1200 അതുല്യമായ തൂണുകൾ ഓരോന്നും വ്യത്യസ്തമായ ശൈലിയിൽ നിർമ്മിച്ചതാണ്. ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഇവിടെ 22 കുളങ്ങളുണ്ട്. വിശ്വാസമനുസരിച്ച് ഈ കുളങ്ങളിൽ കുളിച്ചാൽ പാപങ്ങൾ ഒഴിവാകുമെന്നാണ് വിശ്വാസം. ഇതിൻ്റെ പുറത്തുള്ള വീഡിയോയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പകർത്താനുള്ള അനുമതിയില്ല. ചുറ്റി ഇറങ്ങി അടുത്ത കമ്പിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. വീണ്ടും ഇവിടം വരെയാണ് നമുക്ക് ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. ബോട്ട് സർവീസിന് ഏകദേശം 100 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കുഞ്ഞു പിള്ളേർക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല, അല്ലാത്ത എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം. 100 രൂപയ്ക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അടുത്ത് നമുക്ക് ബോട്ടിൽ കൂടെ കടലിനുള്ളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ ധനുഷ്കോടിയാണ് അടുത്തതായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്ത് കടലിനോട് ചേർന്ന് നിലകൊള്ളുന്ന ഒരു ശൂന്യ നഗരം, അതാണ് ധനുഷ്കോടി. രാമേശ്വരത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1964 ഭീകരമായ ചുഴലിക്കാറ്റിൽ തകർന്ന് എല്ലാം നശിച്ചുപോയി. ഇപ്പോൾ പോയാലും പള്ളികളുടെയും അതുപോലെ തന്നെ സ്കൂള്, റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. കുറേയൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് പകർത്തിയിട്ടുണ്ട്. കുറേയൊക്കെ നശിച്ച് പോയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടം വരെ ഒന്നും നമുക്ക് പോകാൻ സാധിച്ചില്ല. എന്നിരുന്നാലും പറ്റുന്ന അത്രയും ദൂരം നമ്മൾ വീഡിയോ പകർത്തിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ്. ചൂട് കാരണം കൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇവിടെയെല്ലാം സ്കൂളിൻ്റെ നശിച്ചുപോയ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ചൂട് കൂടുതലും ഒരു രക്ഷയില്ലാതെ അവിടെ മറ്റേ കാടൊക്കെ പിടിച്ച് കിടക്കുന്നതാണ് സ്കൂളിൻ്റെ ബാക്കി അവസ്ഥ. ഇപ്പോൾ പള്ളിയുടെ വീഡിയോയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി മറ്റു വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ധനുഷ്കോടിയിൽ നിന്നും നേരെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അതിനുള്ളിലെ വീഡിയോ വിഷ്വൽസ് പകർത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്തു. അതിനുശേഷം നേരെ ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിൻ്റെ മെമ്മോറിയലാണ് നമ്മൾ പോയത്. അവിടെയും മൊബൈൽ ഫോണോ ക്യാമറകളോ ഒന്നും അകത്തേക്ക്